ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് സാറ്റിൻ ക്ലോത്തിൽ വരുന്ന 2 ഫ്രോക്കാണ്. നോർമൽ ഫ്രോക്കാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ടൊരു കേപ്പ് വരുന്നുണ്ട്. അത് വർക്ക് നെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടുമെന്ന്. നമുക്കൊന്നാമത് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു വീഡിയോ ഇടാത്തത്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിബൊക്കെ വെക്കുന്നത്. 1 സൈഡ് ഫൂട്ട്. ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെ സിബ് വെക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് ഇത്ര വലിച്ചു നോക്കിയാൽ ഇതിനുള്ളിലുള്ള സിബ് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബോ കൂടെ വെക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇതിൻ്റെ ഷോൾഡറൊക്കെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലോട്ട് തയ്യൽ തുമ്പൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 4 വയസ്സായ ബേബിക്ക് വേണ്ടിയിട്ടാണ് ഇത് 2 ചെയ്തിട്ടുള്ളത്. ഇതിന് താഴായിട്ട് നമ്മൾ സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഓവർലോക്ക് മെഷീൻ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ മെഷീനിൽ തന്നെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഫ്രോക്കിൻ്റെ താഴെ ലൈനിങ്ങിലും എല്ലാത്തിലും നമുക്ക് റോൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോക്കിനും സ്കേർട്ടിനൊക്കെ റോൾ ഹെമ്മിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഫൂട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്യാൻ. ഇതിൻ്റെ ഫൂട്ടൊക്കെ നമുക്ക് ഓൺലൈനിലും കിട്ടും, പിന്നെ ബട്ടൺ ഹൗസിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ പുറകിൽ വെക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബോ ആണ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര നല്ല തിക്കായിട്ട് എങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫ്രോക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഹെയർ ബോ കൂടെ ചെയ്യാനുണ്ട്. അത് നമ്മൾ കേപ്പിൽ വരുന്ന വർക്ക് നെറ്റിലത്തെ വർക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബോ വരുന്ന ഭാഗത്ത് ആദ്യം പ്ലെയിൻ ആയിട്ടായിരുന്നു ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. പിന്നെ ഫുള്ള് പ്ലെയിൻ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇതുപോലെ വർക്ക് നെറ്റ് മാത്രം കട്ട് ചെയ്തിട്ട് ആ ബോയിൽ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ക്ലിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കേപ്പ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ 4 ആക്കി മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കത് വർക്ക് നെറ്റ് ആയതുകൊണ്ട് വേറെ പണിയൊന്നും ഒതുമില്ല. അത്യാവശ്യം നല്ല സ്റ്റോണൊക്കെ വരുന്ന വർക്ക് നെറ്റാണ്. അപ്പോൾ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല സിമ്പിളായിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ മുന്നേ ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ ഡ്രസ്സിൽ തുന്നിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സിബിൻ്റെ അവിടെയൊക്കെ കുറച്ച് തുന്നാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ തുന്നി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുള്ള് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല സിമ്പിളായിട്ടാണ്. ബാക്കിൽ നമ്മൾ ഇതേപോലെ ബോ കൊടുത്തിട്ടുണ്ട്, ജിബും കൊടുത്തിട്ടുണ്ട്. സാറ്റിന് വെച്ചിട്ടുള്ള ക്ലോത്തിലൊക്കെ മക്കൾക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ, ചെറിയ മക്കൾക്കൊക്കെ ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ ആ കോട്ട് വരുന്നുണ്ട്, കേപ്പ്. അപ്പോൾ അതിങ്ങനെ വരുന്നത്. പിന്നെ 2 ഹെയർ ബോ നമ്മൾ ചെയ്തിട്ടുണ്ട്.